ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ചായ മൻസ എന്ന ചീര. ഇതിൻ്റെ സ്വദേശം മെക്സിക്കോ ആണ്. സ്വദേശം മെക്സിക്കോ ആണെങ്കിലും നമ്മുടെ നാട്ടിലിത് നന്നായി വളരും. ഇതിനെ മെക്സിക്കൻ ചീര, ഷുഗർ ചീര, മായൻ ചീര, കപ്പച്ചീര എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലയ്ക്ക് ഏതാണ്ട് കപ്പയുടെ ഇലയോട് രൂപസാദൃശ്യമുണ്ട്. അതുകൊണ്ടാവാം ഇതിനെ കപ്പച്ചീര എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ലാതെ വളരുന്ന ഒരു ചീരയാണ്. ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ടാൽ മാത്രം മതി. ഇതങ്ങ് വളർന്ന് പടർന്ന് കയറി ഒരു മരം പോലെയൊക്കെ തന്നെ ആകും. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ചായ മൻസ. ഇതിൽ കാൽഷ്യം, അയൺ, മഗ്നീഷ്യം തുടങ്ങിയവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചായ മൻസ എന്ന ഈ ഇലക്കറി കഴിക്കുക വഴി നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കും. പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളുമെല്ലാം നിയന്ത്രിച്ച് നിർത്തുവാൻ ഇതിന് കഴിവുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ചീരയാണിത്. അപ്പം നമ്മളിതിൻ്റെ തളിരിലകളാണ് കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ പിച്ചിയെടുക്കുമ്പോൾ അതിനകത്തൊരു കറ കാണുന്നില്ലേ, അതൊരു കട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയിൽ കട്ടുണ്ട്, കപ്പയിലൊക്കെ കാണുന്നത് പോലെയുള്ള കട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് നന്നായി വേവിച്ചിട്ട് വേണം കഴിക്കാൻ. അതുപോലെ തന്നെ തുറന്ന് വേവിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ആ കട്ടൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചായ മൻസ വളരെ രുചികരവും ആരോഗ്യപ്രദവുമാണ്. ഇത് പാകം ചെയ്യേണ്ടത് മൺപാത്രത്തിൽ വെച്ചാണ്. ചിലരൊക്കെ ഇത് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോഴിതിൽ കട്ടൊക്കെ അങ്ങ് പോയി കിട്ടും. ചായ മൻസ തോരൻ വയ്ക്കാനും പരിപ്പ് കറി വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഇലക്കറിയാണിത്. ഇത് ചായ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് നാളുകളൊക്കെ ആയിട്ടുള്ളൂ ഈ ചീര നമ്മുടെ നാട്ടിൽ എത്തിയിട്ട്. എന്നാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ഇടങ്ങളിലുമൊക്കെ ഇത് ആയിട്ടുണ്ട്.